സോളാർ പരിശീലന സെഷനിലേക്ക് എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചിന്തിക്കുന്ന വിഷയം ഇലക്ട്രിക്കൽ സേഫ്റ്റി ആൻഡ് എർത്തിങ് ആണ്. നമ്മൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചില ആളുകൾക്ക് ഓഡിയോ കിട്ടുന്നില്ല, അവർ ഓഡിയോ കണക്ട് ചെയ്തിട്ടില്ല. അവർക്ക് വേണ്ടിയുള്ള ഒരു മെസ്സേജ് എന്ന് ഞാൻ കാണിക്കാം. അത് ശബ്ദം കേൾക്കാത്തവർക്ക് വേണ്ടി മാത്രമാണ് അത് കാണിക്കുന്നത്. ഞാൻ ഓഡിബിൾ അല്ലേ? ഓക്കെ സാർ. ഇന്ന് നമ്മുടെ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്നത് അമൃതലാൽ സാറാണ്. സാറിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരു 30 വർഷത്തെ ഇലക്ട്രിക്കൽ മേഖലയിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എ ഗ്രേഡ് സൂപ്പർവൈസറാണ്. ഇന്ത്യയിലും വിദേശത്തുമായിട്ട് അനേക വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഖത്തറിലൊക്കെ സൂപ്പർവൈസറി ലൈസൻസറാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ മെയിൻ്റനൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. KCBയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ഇലക്ട്രിക്കൽ മേഖലകളിൽ നല്ല നോളജുകളാണ്. പ്രത്യേകിച്ച് സാറ് പല ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഓരോ സ്റ്റാൻഡേർഡ് റേറ്റിങ്ങും അതിൻ്റെ കോഡും വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് സാറിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ വളരെ താഴ്മയുള്ള ഒരു സാറാണ്. ഞാൻ സാറിന് കൊടുത്തത് ഇലക്ട്രിക്കൽ ഇതായിട്ട് കൊടുത്തിരുന്നു, സ്പെഷ്യലിസ്റ്റ് ആയിട്ട് കൊടുത്തിരുന്നു. സാറ് പറഞ്ഞു അങ്ങനെയല്ല, ഇന്ന് വേണ്ടെന്ന് പറഞ്ഞു. കാരണം ആ മേഖലയിൽ പ്രത്യേകിച്ച് വൈദഗ്ധ്യമുള്ള ഒരു വ്യക്തിയാണ് തീർച്ചയായും നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനകരമായിരിക്കും ഈ ക്ലാസ്. ഈ സെഷനിലേക്ക് ഞാൻ അബ്ദുൽ സാറിനെ സ്വാഗതം ചെയ്യുന്നു. സാറിന്റെ പ്രൊഫൈൽ ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് സെഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇപ്പോൾ കണ്ണൻ സാർ പറഞ്ഞ തന്നെ ഞാൻ ഇപ്പം സ്വന്തമായിട്ട് ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടിങ് ഫേം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ പേര് ഒമ്നി ഇലക്ട്രിക്സ്. കോഴിക്കോടാണ് നമ്മൾ കൂടുതലായിട്ട് വർക്കുകൾ ചെയ്യുന്നത്. കോഴിക്കോടും അതിനോട് അനുബന്ധിച്ച് കോഴിക്കോടും മലപ്പുറം അല്ലെങ്കിൽ വയനാട് ഈ ഡിസ്ട്രിക്റ്റുകളുണ്ട്. പിന്നെ കുറച്ച് വർക്കുകൾ നമ്മൾ കർണാടകത്തിലും ചെയ്തിരുന്നു. കൂടുതലായിട്ടും ഹോട്ടൽസ്, പിന്നെ ഹോസ്പിറ്റൽസ്, ഇതിലെ വർക്കുകളാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാറ്. അപ്പം ഞാനിങ്ങനെ എൻ്റെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സോളാർ പറ്റി ശ്രദ്ധിക്കാനും അടുത്തൊരു ഫ്യൂച്ചറുള്ളൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ടാണ് സോളാറിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും. പിന്നെ ഇതൊരു ക്ലാസ് ആയിട്ട് ആരും എടുക്കണ്ട. ഞാൻ എൻ്റെ ഒരു ഇവിടെ ഉണ്ടായിരുന്ന ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കടുങ്കൈ ചെയ്യാൻ മുതിർന്നത്. എന്ന് വെച്ചാൽ പലപ്പോഴും ഞാൻ കണ്ടെന്താ വെച്ചാൽ സോളാർ ഫീൽഡിലുള്ള പല ആളുകൾക്കും ആക്ച്വൽ ഫീൽഡിലുള്ള സ്റ്റാൻഡേർഡ്സും നമുക്ക് അവൈലബിൾ സ്റ്റാൻഡേർഡ്സും എന്താണെന്ന് പലർക്കും അറിവ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ഒരു ആ സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ആൾക്കാർക്ക് അറിയാനും എങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് റീഡ് ചെയ്ത് നമ്മളൊരു വർക്ക് എടുക്കാമെന്നുള്ള എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമായിട്ട് ഇതിനെ കരുതിയാൽ മതി. ഇതൊരു ഫുള്ളി ടെക്നിക്കൽ എന്ന് പറഞ്ഞിട്ട് വിചാരിക്കേണ്ട. കൂടുതലായിട്ട് ഈ കാര്യങ്ങളിൽ ആർക്കെങ്കിലും പിന്നെ അറിവ് അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് എൻ്റെ ഫോൺ നമ്പറും മെയിൽ ID ഒക്കെ തരാം. അതിലൂടെ ബന്ധപ്പെട്ടാൽ ആവശ്യമുള്ള എന്നെ കൊണ്ട് അറിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാം. ഇത്രയാണ് പറയാൻ.
കണ്ണൻ സാർ, ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പ്രസന്റേഷൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യു സെഷൻ, ഒരു സാറിന്റെ സെഷൻ കഴിഞ്ഞിട്ട് ക്യു സെഷൻ. ശരി, ഞാൻ എന്നാല് വിസിബിൾ ആവുന്നുണ്ടോ? സാർ അത് ഓപ്പൺ ആയില്ല. അതില് ആ ഫയലിന്റെ പേര് വന്ന് കിടന്നിട്ട് അത് റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓപ്പൺ ആയില്ല. നെറ്റ്വർക്കിന്റെ സ്ലോ ആയതുകൊണ്ടായിരിക്കാം. ഇപ്പോഴും ഓപ്പൺ ആയിട്ടില്ലേ? ഇല്ല. ഇപ്പം വരുന്നുണ്ട് സാറേ. ഇപ്പം വന്നിട്ട് പോയി. അത് റൗണ്ട് ചെയ്തോണ്ടിരിക്കുക. നേരത്തെ വന്നിട്ട് സാർ ചേഞ്ച് ചെയ്തപ്പം പോയതാണ്. ചിലപ്പോൾ ഒരു കുറച്ച് സമയം എടുത്ത് സിസ്റ്റം സ്ലോ ആയാണ്. നമുക്ക് വെറുതെ സമയം പോകില്ല. വന്നു സാറേ. ഓക്കെ, എർത്തിങ്ങും പിന്നെ അതിന്റെ കൂടെ തന്നെ ഉള്ളതാണ് നമ്മുടെ എർത്തിങ്ങിന്റെ സ്റ്റാൻഡേർഡാണ് കാര്യമായിട്ട് അതിൽ പറയാനുള്ളത്. അതിന്റെ കൂടെ തന്നെ ഉള്ളതാണ് 1000 വോൾട്ട് വരെയുള്ള വയറിങ്ങിന്റെ സ്റ്റാൻഡേർഡ് IS 732. അപ്പൊ നമ്മളെപ്പം ഈ കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുമ്പോഴും ഈ രണ്ട് സ്റ്റാൻഡേർഡ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IS 732 IS 304. ഇതാണ് നമ്മളുടെ പിന്നെ എല്ലാ വയറിങ്ങിനെ പറ്റിയും, അതായത് 1000 വോൾട്ട് വരെയുള്ള വയറിങ്ങിന്റെ സ്റ്റാൻഡേർഡ് ആണ്. അപ്പം IS 732 എന്ന് പറയുന്നത് വയറിംഗ് സ്റ്റാൻഡേർഡും ആക്ച്വലി അതിന്റെ പേര് കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ ഇലക്ട്രിക്കൽ വയറിംഗ് ഇൻസ്റ്റലേഷൻസ്. IS 732 2019 അത് റിവൈസ് ചെയ്തിരിക്കുന്നത്. അതേമാതിരി IS 3043 എർത്തിങ്ങിനുള്ള കോഡ് ഓഫ് പ്രാക്ടീസ് ആണ്. അതും റീസെന്റ് 2021 ആണെന്ന്. ഒരു മിനിറ്റ്, 28. സാർ അത് ഫുൾ സ്ക്രീൻ വന്നിട്ടില്ല, സൈഡിലാണ് കാണുന്നത്. കുഴപ്പമില്ല, ഫുൾ സ്ക്രീൻ ആക്കാൻ തീരാ, കുഴപ്പമില്ല. ഞാൻ പിന്നെ ഇത് സ്ലോ ആയതുകൊണ്ടാണ് എനിക്കൊരു. ഓക്കെ സാറേ, കുഴപ്പമില്ല, കണ്ടിട്ടില്ല. പിന്നീട് നമുക്ക് ഇതിൽ ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന ഒരു പിന്നെ കാര്യം എന്ന് പറയുന്നത് CEA റെഗുലേഷൻ. CEA എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയാണ്. അപ്പൊ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ഇതുവരെ 2010 എന്ന് പറഞ്ഞ റെഗുലേഷനാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് റീസെന്റ് ആയിട്ട് ഇത് ആക്ച്വലി തുടങ്ങിയിട്ട് കുറച്ച് കാലമായി മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് അവര് പിന്നെ മോഡിഫിക്കേഷൻസ് ചോദിച്ചിട്ട് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്തും അവർ ലെറ്റർ അയക്കും. പ്ലസ് അവരുടെ വെബ്സൈറ്റിൽ ഈ ഡ്രാഫ്റ്റ് റെഗുലേഷൻ ഇറക്കുകയും ചെയ്യും. എന്നിട്ട് ആ ഡ്രാഫ്റ്റ് റെഗുലേഷൻ നമ്മൾക്ക് എല്ലാവർക്കും വായിക്കാം. അതായത് പബ്ലിക്കിനും എല്ലാവർക്കും കമന്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പൊ നമ്മളെല്ലാവരും ഇതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ശരിക്കും ഓരോ റെഗുലേഷൻ ഇറക്കുമ്പോഴും ആ റെഗുലേഷന്റെ പിന്നെ നമ്മളുടെ ഭാഗത്ത് എഴുതിയിരിക്കുന്ന പിന്നെ കാര്യങ്ങളിൽ എന്ത് മാറ്റങ്ങളാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാകുമ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യും. അത് അവരോട് തിരിച്ചു പറയുകയും ചെയ്താൽ അതിനനുസരിച്ച് എല്ലായ്പ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല, എന്നാലും പൊതുവെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ടെക്നിക്കൽ പോയിന്റ് ആണെങ്കിൽ അത് അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടാണ് പൊതുവെ ഞാൻ കണ്ടത്. പിന്നെ നമുക്കുള്ള ഒരു ഡോക്യുമെന്റ് ആണ് NEC, നാഷണൽ ഇലക്ട്രിക് കോഡ്. ഇതും പിന്നെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇറക്കുന്ന ഡോക്യുമെന്റ് തന്നെയാണ്. NEC ലാസ്റ്റ് ഇറങ്ങിയിരിക്കുന്നത് 2011.
അപ്പൊ NEC-യിൽ ഈ പറയുന്ന പിന്നെ ഓരോ ജനറൽ ആയിട്ടുള്ള ഐറ്റം ആയിരിക്കും. അതായത് ഓവറോൾ ഇലക്ട്രിക്കൽ കോഡ് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതിനെ പറ്റിയാണ് NEC-യിൽ പറയുന്നത്. പിന്നെ ഉള്ളത് NBC ആണ്. NBC എന്ന് പറയുന്നത് നാഷണൽ ബിൽഡിംഗ് കോഡാണ്. ഈ നാഷണൽ ബിൽഡിംഗ് കോഡിലാണ് ബിൽഡിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള ഇലക്ട്രിസിറ്റിനെ പറ്റി ഒരു സെക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട്. അപ്പൊ അതില് പലപ്പോഴും നമുക്ക് ഈ ഹൈറൈസ് ബിൽഡിങ്ങും പിന്നെ ഫയർ സേഫ്റ്റി, പിന്നെ നമ്മളുടെ എക്സ്ട്രാ ലോ വോൾട്ടേജ് സർക്യൂട്ടുകൾ, അതിനെ പറ്റിയൊക്കെ കൂടുതൽ പ്രതിപാദിക്കുന്നത് NBC-യിലായിരിക്കും. പിന്നെ ഈവൻ നമ്മളുടെ സോളാറിനെ പറ്റിയിട്ടും NBC-ലും NEC-ലും പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഈ സോളാർ നോക്കുകയാണെങ്കിൽ IEC 16997 പിന്നെ സോളാറിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡാണ്. അത് IEC-ന്ന് കൊണ്ടുവന്ന ഒരു സാധനമാണ്. ബട്ട് സ്റ്റിൽ പിന്നെ അതൊരു ആ ഡോക്യുമെന്റ് ആണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യൻ ഈ IS 3043 എന്ന് പറയുന്ന IS സ്റ്റാൻഡേർഡിനെ പറ്റിയിട്ട് ഒരു ജനറൽ വ്യൂ ആണ് ഞാൻ നോക്കുന്നത്. അതിൽ IS 3043 പിന്നെ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്ടിനെ അടിസ്ഥാനമാക്കിയിട്ട് ഏതൊക്കെ സ്ഥലത്ത് അതിന്റെ ആപ്ലിക്കേഷൻ വരുന്നുള്ളത്, അതിൽ സബ്സ്റ്റേഷൻ, ഇൻഡസ്ട്രിയൽ ലൊക്കേഷൻ, ബിൽഡിംഗ് എല്ലാം ഈ രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ഇതിൽ ഒരു പ്രത്യേകമായിട്ട് പിന്നെ ഒരു എക്സംഷൻ കിട്ടില്ല പൊതുവെ. പക്ഷെ റെഗുലേഷനിൽ തന്നെ അപൂർവമായിട്ട് ചില നീക്കുപോക്കുകൾ അതാത് സംസ്ഥാനത്തിന്റെ പിന്നെ ജോഗ്രഫിയും അവിടുത്തെ ആളുകളുടെ ആവശ്യം വെച്ചിട്ട് ചെറിയ നീക്കുപോക്കുകൾ ഉണ്ടാക്കാൻ 181 എന്ന് പറഞ്ഞിട്ട് ഒരു റെഗുലേഷൻ ഉണ്ട്. അത് പ്രകാരം നോട്ടിഫൈ ചെയ്തതിനു ശേഷം ഗവൺമെന്റുകൾക്ക് ഈ നിയമത്തിൽ എന്തെങ്കിലും ചെറിയ തോതിലുള്ള കൺവീനിയൻസിന് വേണ്ടിയിട്ടുള്ള റെഗുലേഷൻസ്, ഗസറ്റ് പബ്ലിക്കേഷൻസ് ഇറക്കാവുന്നത്. അപ്പൊ ഇതില് എർത്തിങ് എന്ന് പറയുന്ന സാധനം ഈ ഡോക്യുമെന്റിന്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നത് സേഫ്റ്റി ഓഫ് ലൈഫ് ആൻഡ് അപ്പാരറ്റസ് എഗെയിൻസ്റ്റ് എർത്ത് ഫോൾ. അപ്പൊ ഇതിൽ പാരമൗണ്ട് ഇമ്പോർട്ടൻസ് എപ്പോഴും സേഫ്റ്റി ഓഫ് ലൈഫാണ്. സേഫ്റ്റി ഓഫ് ലൈഫ് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള എന്ത് കാര്യത്തിനും പ്രാധാന്യം കൊടുക്കും. സേഫ്റ്റി ഓഫ് ലൈഫ് ആൻഡ് പിന്നെ എന്താ പറയുക എക്യുപ്മെന്റ്. അപ്പൊ ഇത് ഈ കോഡ് ഓഫ് പ്രാക്ടീസ് ഉണ്ടാക്കിയിരിക്കുന്നത് പൊതുവെ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കും ഇതില് ചെയ്യേണ്ട ഡിസൈൻ എങ്ങനെയാണ്, പിന്നെ ഇൻസ്റ്റലേഷൻ, ഇൻസ്പെക്ഷൻ, മെയിൻ്റെനൻസ് ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റംസ് ആൻഡ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോ പിന്നെ ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും അത് പിന്നെ റെഗുലേഷൻ 30, പഴയ റെഗുലേഷൻ 30 ആണ്, പുതിയ റെഗുലേഷൻ 32 ആണ്. അതിൽ പറയുന്നത് പിന്നെ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് കഴിഞ്ഞാലും 5 വർഷത്തിനൊരിക്കൽ ഈ സാധനം പിന്നെ ഇൻസ്പെക്ഷൻ ചെയ്യണം എന്നുള്ളതാണ്. ആ ഇൻസ്പെക്ഷൻ ചെയ്യേണ്ട ഇന്റർവെല്ല് ശരിക്ക് ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പൊ അത് നമ്മളുടെ സ്റ്റേറ്റിൽ അത് എല്ലാ കൊല്ലവും അല്ലെ 2 കൊല്ലത്തിലൊരിക്കൽ എന്ന് പറഞ്ഞിട്ട് ചുരുക്കിയിട്ടുണ്ട്. 5 കൊല്ലത്തിലൊരിക്കലാണ് ആക്ച്വൽ റെഗുലേഷൻ മാൻഡേറ്റ് ചെയ്യുന്നത്. 5 കൊല്ലത്തിലൊരിക്കലെങ്കിലും ഈ ഇൻസ്പെക്ഷൻ നടത്തിയിരിക്കണം എന്നാണ് റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ റെഗുലേഷൻ ആക്ച്വലി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഇൻസ്റ്റലേഷനൊക്കെ വളരെ നന്നായിട്ട് ഇരിക്കേണ്ടതാണ്. പക്ഷെ റെഗുലേഷനിൽ പിന്നെ അവരുദ്ദേശിച്ച രീതിയിലുള്ള ഇൻസ്പെക്ഷൻസ് അല്ല പലപ്പോഴും ആക്ച്വലി ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും, സ്റ്റേക്ക് ഹോൾഡേഴ്സിനും എല്ലാവർക്കും. പിന്നെ എർത്തിങ് അറേഞ്ച്മെന്റ്സ് ഈ പറഞ്ഞ മാതിരി നമ്മൾ ഈ ഇതില് പിന്നെ ഈ സ്കോപ്പ് ഓഫ് ഈ IS 3043 പിന്നെ ഏത് തരത്തിലുള്ള എർത്തിങ് ചെയ്യണം
ഏത് തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് വേണം, അതിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള കണ്ടക്ടേഴ്സ്, എക്സ്ട്രേനിയസ് ആയിട്ടുള്ള കണ്ടക്ടേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്ന വോൾട്ടേജുകളും അതിനെ കൊണ്ടുണ്ടാവുന്ന ഡേഞ്ചറും ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രാഥമികമായ ഒരു കർമ്മം. പിന്നെ രണ്ടാമത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് പിന്നെ നമുക്ക് സാധാരണ എല്ലാ ഇൻസ്റ്റലേഷൻസിലും നമ്മളൊരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിവൈസ് വെക്കും. ഇപ്പം MCB ആണെങ്കിലും പിന്നെ ഫ്യൂസ് ആണെങ്കിലും. അപ്പൊ ഈ ഫ്യൂസും MCBയും വെച്ച് കഴിഞ്ഞാൽ മാത്രം നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുമോ, അല്ല അഡീഷണൽ ആയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് എർത്തിങ് ഏത് വിധത്തിൽ ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ എർത്തിങ്ങിന്റെ വിധം ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പലപ്പോഴും ആളുകൾക്ക് വരുന്ന ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആസ്പെക്ട് പലപ്പോഴും നമ്മളെ പിന്നെ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകും. ആക്ച്വലി ഇതൊരു ബേസിക് റിക്വയർമെന്റ് ആണ്. എങ്ങനെയാണ് എർത്തിങ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ്, അതിനൊരു ക്ലാസിഫിക്കേഷൻസ്, ആ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണ്, ആ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ചെയ്യുമ്പോൾ ന്യൂട്രൽ ഏത് വിധത്തിൽ കണക്ട് ചെയ്യണം, ന്യൂട്രൽ എർത്തുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് എർത്തിങ്ങിൽ വരുന്നത്. അപ്പൊ അതും ഈ ഡോക്യുമെന്റിന്റെ ഭാഗമാണ്. സാറേ അതിലെ സാർ പ്രസന്റേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇപ്പം പഴയത് തന്നെയാണ് കിടക്കുന്നത്. ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ. അത് വന്നിട്ടില്ല സാറേ, എന്തൊന്നും ചേഞ്ച് ആയിട്ടില്ല. ഞാൻ അന്ന് ഒന്നുകൂടി ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യണം. ഒന്നുകൂടെ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യണം. എനിക്കറിയില്ല, എന്റെ നെറ്റ്വർക്ക് ഭയങ്കര സ്ലോ ആണ് തോന്നുന്നു. പക്ഷെ സാറിന്റെ വീഡിയോ ക്ലിയർ ആണ്. അപ്പം ഇതിൽ കമ്പ്യൂട്ടർ സ്ലോ ആണോ? കമ്പ്യൂട്ടറിന്റെ സ്ലോ ആയിരിക്കില്ലേ? ലാസ്റ്റ് നമ്മൾ സംസാരിച്ച് നിർത്തിയത് ഇവിടെയാണ്. സോളിഡ്ലി ഗ്രൗണ്ടഡ് ഇവിടെ കാണുന്നുണ്ടോ? അപ്പൊ ഇല്ല സാറേ, ഇപ്പോഴും എർത്തിങ് മറ്റേ IS 3043 അത് തന്നെയാണ് ഇവിടെ കിടക്കുന്നത്, ചേഞ്ച് ആകുന്നില്ല. റെസ്യൂം ഷെയർ നോക്കട്ടെ, ശരിയായോ? സാർ അതൊന്ന് ഫുൾ സ്ക്രീനിലാക്കിക്കോ. ഇത് ഹാഫ് ആയിട്ട് കിടക്കുക, ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കിയാൽ മതി. അതിൽ പകുതി നമ്മളുടെ ഫയലും പകുതി ഇതുമായിട്ടാണ് കാണിക്കുന്നത്. സാറേ ഞാനിത് ഇതിൽ ചെയ്ത സാറിന് എങ്ങനെയാണ് അതിന്റെ വീഡിയോ വരുന്നത്? അങ്ങനെ തന്നെ നിൽക്കുക സാറേ. ഇത് പിന്നെ തീരെ കാണുന്നില്ല. ഇപ്പൊ സ്കോപ്പ് വന്നിട്ടുണ്ട്. അത് ഹാഫ് പോർഷൻ ആയിട്ടാണ് വരുന്നത്. അത് ഫുള്ളാക്കുമ്പോഴാണ് അത് പോകുന്നത്. ഇപ്പൊ ഫുള്ളായി കാണുന്നുണ്ടോ സാറേ? എന്റെ വീഡിയോ ഞാൻ എടുത്തിരിക്കുന്ന വീഡിയോ ഒന്ന് നോക്കാം. എന്റെ ഇതില് ഞാനത് സാറിന് സ്ക്രീനിൽ കാണിക്കുന്ന രീതി ഇട്ടിട്ടുണ്ട്, കാണാൻ പറ്റുന്ന. ഇല്ല, ക്ലിയർ ആണ്. സാറേ ഇപ്പം സ്ക്രീൻ വന്നു. സാർ അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ അവിടെ ഡബിൾ ഇത് ചെയ്താൽ ഇതായിപ്പോഴല്ലോ, ഫുൾ സ്ക്രീൻ ആവും. ഇപ്പം ഇതായിട്ട് കിടക്കും, ഫയല് മാത്രമായിട്ട് കിടക്കും. ഫയല് മാത്രമായിട്ട്. ഇപ്പൊ വന്നോ? ഇല്ല, വന്നില്ല. അതില് റെസ്യൂം ഷെയർ എന്ന് പറഞ്ഞാൽ അത് കൊടുക്കണോ? ഇതിപ്പോഴ് സാർ അത് ഇല്ല, വന്നില്ല. അതില് സാറിന്റെ ഫയലാണ് അതില് മെയിൻ ആയിട്ട് കാണുന്നത്. കാണുന്നില്ല. അതിൽ ചിലപ്പം വിൻഡോ, പിന്നെ അതിലെ PDF ഫുള്ളാക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതിലൊന്ന് കൊടുത്താൽ ചിലപ്പോൾ അത് ചിലപ്പോൾ ഞാൻ PDF അല്ല, അത് PPT ആണ്. PPT ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി ആ സെഷനിൽ കൊണ്ടുവന്നിട്ട്. പകുതിയെങ്കിലും കാണുന്നുണ്ടോ?
ഇല്ല, ഇതിലിപ്പോഴേ നമ്മളെ ഫയൽ സാർ എടുക്കുന്ന ഓരോ ഫയൽ ഉണ്ടല്ലോ 7323043 അതാണ് കാണുന്നത് അല്ലേ? അത് കാണിച്ചിട്ട് അതിന്റെ സൈഡിൽ ചെറിയൊരു പോർഷനാണ്. Screen sharing has stopped. Message shared in Discord. സാറിന് എന്റെ വീഡിയോ നോക്കിയാൽ കറക്റ്റ് ആയിട്ട് കാണാം. ഇതില് അല്ലെങ്കിൽ ഈ ഫയൽ അങ്ങോട്ടേക്ക് അയച്ചു തരണം, അവിടുന്ന് പ്ലേ ചെയ്യുന്നു. സാറേ എനിക്ക് വാട്സപ്പില് ഇതിൽ ഇട്ടാലും മതി. പിന്നെ വാട്സപ്പിൽ ഇട്ടല്ല കണ്ടൻസറിന്റെ മെയിൽ ഐ ഡി പറയും. സോളാർ TRAINOR @gmail. ഞാനിത് രാവിലെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയതാണ്. നമ്മൾ തന്നെ 2 സിസ്റ്റത്തിലിട്ടു. ആ സമയത്ത് വർക്ക് ചെയ്ത. കിട്ടിയോ? വന്നില്ല. മെയിലാണ്. അതെ, ഞാൻ അതില് ഇരിക്കുക. ഇതല്ലേ SOLAR TRAINOR. TRAINOR. അതായത് ട്രെയിനർ ന് പകരം OR ഇട്ടേക്കുന്നുണ്ട്. SOLAR TRAINOR. അതെ അതല്ലേ? അതെ. ഇപ്പോഴും വന്നിട്ടില്ല, നോക്കിയോ? ഇല്ല സാറേ, അല്ലെങ്കിൽ വന്നില്ല. ഞാനൊന്ന് ഇത് ചെയ്ത് തരാം, പിന്നെ മെസ്സേജ് അയച്ചു തരാം സാറിന്. അല്ല, ഞാൻ രണ്ടാമത്തെ